എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്നിട്ടുള്ള എക്സാമിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന്റെ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. 399 റുപ്പീസിന്റെ ആണ്. ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അതേപോലെ തന്നെ നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെയുള്ളത് 800 ക്വസ്റ്റ്യൻസിന്റെ ഒരു 299 റുപ്പീസിന്റെ ഒരു ബാച്ച് ഉണ്ട്. അതായത് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, കൺവേർട്ട് ദി ഫോളോയിങ് സെന്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷീല ആസ്റ്റ് മീ, ഡു യു ബിലീവ് ഇൻ ദി എസെൻഷ്യൽ ഗുഡ്നസ് ഓഫ് ഹ്യൂമാനിറ്റി. അപ്പൊ ഇതിനെ നമ്മൾ എന്തിലേക്ക് ആക്കണം? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കണം അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണ്ടേ? ഇവിടെ കൊടുത്തുള്ള റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ടെൻസ് നമുക്ക് മാറ്റാം അല്ലെ. ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ടെൻസ് മാറ്റാം. ഡു യു ബിലീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രസന്റ് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ഡു യു ബിലീവ് ഇൻ ദി എസെൻഷ്യൽ ഗുഡ്നസ് ഓഫ് ഹ്യൂമാനിറ്റി. അപ്പൊ ഒന്നല്ലെങ്കിൽ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ പറയും അല്ലെ. അപ്പൊ യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ ആൻസർ വരുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അവിടെ ആൻസറിൽ ഒന്നല്ലെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ആൻസറിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ഓപ്ഷൻ സീനെ എടുത്ത് മാറ്റാം. ഈ ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇഫ് വെദർ ഒന്നും ഇല്ല അല്ലെ. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ഡു യു ബിലീവ് ഇൻ ദി എസെൻഷ്യൽ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹീ എന്നാണോ പറയാ അല്ലെങ്കിൽ ഐ എന്നാണോ പറയാ? ഐ എന്നാണ് നമ്മൾ പറയാ അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബിനെ എടുത്ത് മാറ്റാം. ഇനി ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. ഓക്കെ. അപ്പൊ ഇവിടെ ഡു എന്ന് പറയുന്ന പ്രസന്റ് ആണ്. അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് ടെൻസ് മാറ്റാം അല്ലെ. പ്രസന്റ് എന്നുള്ളത് പാസ്റ്റ് ആയിട്ട് മാറും. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഷീല ആസ്ക്ഡ് മീ വെദർ ഐ ബിലീവ്ഡ് ഇൻ ദി എസെൻഷ്യൽ ഗുഡ്നസ് ഓഫ് ഹ്യൂമാനിറ്റി. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ഡോറ ഇസ് എ സയന്റിസ്റ്റ് ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ ദി ഫോസിൽ ഹിസ്റ്ററി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഫോസിൽ സ്റ്റഡീനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റിനെ എന്താണ് പറയാ? എന്താ പറയാ? പാലിയന്തോളജിസ്റ്റ്. വാട്ട് ഇസ് ഇറ്റ്? പാലിയന്തോളജിസ്റ്റ്. അപ്പോൾ പാലിയന്തോളജിസ്റ്റും അതുപോലെ തന്നെ ആർക്കിയോളജിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? കൾച്ചറും ഇതെല്ലാം അതിനെക്കുറിച്ചൊക്കെ ഗവേഷണം ചെയ്യുന്ന ആൾക്കാരാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. പാലിയന്തിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോസിൽസിനെ കുറിച്ചുള്ള ഗവേഷണവും അതേപോലെ തന്നെ പ്ലാന്റ്സ്, ആനിമൽസ്, റോക്സ് ഇതിനെയൊക്കെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ പാലിയന്റിയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എനിവേ വി ഹാവ് ടു ഡാഷ് ദിസ് പ്രോബ്ലം. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എനിവേ വി ഹാവ് ടു സോർട്ട് ഔട്ട് അല്ലെ. സോർട്ട് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. പരിഹരിക്കുക. ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. പിന്നെ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അണയ്ക്കുക അല്ലെ, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക. ഓക്കെ. സീക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഫ്രേസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കാം. വാട്ട് ഇസ് ദി എക്സ്പാൻഷൻ ഓഫ് ഇജി മീനിങ് ഫോർ എക്സാമ്പിൾ. ഇതൊക്കെ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എക്സംപ്ലി ക്രിയേറ്റീവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ദി ഇഡിയം കിക്ക് ദി ബക്കറ്റ്? അതും PYQ ആണ്. കിക്ക് ദി ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുക അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു ആ ബക്കറ്റ് കിക്ക് ചെയ്തിട്ട് അവസാനം കിണറ്റിൽ വീണ് മരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ. ടു ഡൈ ആണ് കിക്ക് ദി ബക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദർ വാസ് എ റൂമർ അബൌട്ട് ആൻ അഡ്വാൻസിങ് ആർമി. ഇവിടെ അഡ്വാൻസിങ്ങിന്റെ ആന്റണിയുമായിട്ട് പറയുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് റിട്രീറ്റിംഗ് ആണ് കൂടുതൽ ആപ്റ്റ്. ഓക്കെ. റിട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവിടുന്ന് വിഡ്രോ ചെയ്യുക. മെയിൻ ആയിട്ട് ഡിഫീറ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ വിഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിട്രീറ്റിംഗ് എന്ന് പറയുക. ഓക്കെ. റിസീഡിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ഡിക്ലൈൻ തന്നെയാണ്. പക്ഷെ അത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ടൈഡ് ഇസ് റിസീഡിങ്, ആ വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്യാന്നുള്ള രീതിയിൽ. ഓക്കെ. റിട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റിട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. ചൂസ് ദി കറക്റ്റ് സെന്റൻസ് ഫ്രം ദി ചോയ്സസ് ഗിവൺ ബിലോ. ഓക്കെ. ഹി എൻറ്റേർഡ് വെച്ചിട്ടാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താ ആൻസർ ആയിട്ട് വരുന്നത്? ഹി എൻറ്റേർഡ് ദ റൂം ആണ് അല്ലെ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ. എൻറ്റേർഡ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇൻറ്റു യൂസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഹി വോർ എ ലൈഫ് ബോയ് ഹി ഡാഷ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഈ വോർ എന്ന് പറഞ്ഞാൽ V2 ഫോം ഓഫ് ദി വെർബ് ആണ് അല്ലെ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എന്താ വരണ്ടേ? അപ്പൊ എന്തായാലും വുഡ് ഉണ്ടാവും പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും. ഓക്കെ. സോ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഇഫ് ഹി വോർ എ ലൈഫ് ബോയ് ഹി വുഡ് നോട്ട് ഡ്രോൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. ജോൺ ആസ് വെൽ ആസ് ഹിസ് ബ്രദർ ഡാഷ് ഇൻ ഓണസ്റ്റി ആൻഡ് ഹാർഡ് വർക്ക് ആസ് വെൽ ആസ് ടുഗെദർ വിത്ത് ഇൻ അഡീഷൻ ടു. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആരെ നോക്കണം? ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം. ഫസ്റ്റ് സബ്ജക്റ്റ് ജോൺ ആണ്. ജോൺ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ബിലീവ്സ് ആണ്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറന്റ്? ഏതാണ് ജെറന്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഹി ഈസ് സ്മോക്കിംഗ് എ സിഗരറ്റ്. ഇവിടെ സ്മോക്കിംഗ് എന്ന് പറയുന്ന പ്രസന്റ് പാർട്ടിസിപ്പിളാ അല്ലെ? നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. കിരൺ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദി വെയിറ്റിംഗ് റൂം. കിരൺ സ്റ്റാൻഡിങ്, അവൻ അവിടെ നിന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? സോ അതെന്താ, അവിടെ ഒരു വെർബ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. സ്വിമ്മിങ് ആസ് എ ഗുഡ് എക്സസൈസ്. നീന്തൽ നല്ലൊരു എക്സസൈസ് ആണ്. ഒരുപാട് തവണ ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്ക്രീമിംഗ് അലൗഡ് ഹി റാൻ ഔട്ട് ഓഫ് ദ റൂം. സ്ക്രീമിംഗ് അലൗഡ്, ഇവിടെ സ്ക്രീമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടും ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷൻസ് ആണ്. പെയ്ഡ് ക്ലാസ്സുകളാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ അതിന്റെ ലിങ്ക് എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 399 റുപ്പീസ് ആണ്. ഇനി വൊക്കാബുലറി മാത്രമുള്ള കോഴ്സ് ആണെങ്കിൽ 199 റുപ്പീസിന് നിങ്ങൾക്ക് വൊക്കാബുലറി മാത്രമുള്ള കോഴ്സിന് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ 299 റുപ്പീസിന് 800 ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെഷനും കൂടെ നമുക്കുണ്ട്. തീർച്ചയായിട്ടും അതിനും ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.